അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഫിനാൻഷ്യൽ ഡയറീസിൻ്റെ 4ാമത് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് കുറഞ്ഞ വരുമാനം കൂടുതൽ ചെലവ് സമം കടം എന്നതാണ്. ഒരാളുടെ വരുമാനം കുറവും ചെലവ് കൂടുതലാണെങ്കിൽ അത് എത്ര ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. വരുമാനവും ചെലവും തമ്മിൽ ചെലവ് കൂടുതലാണ്, പക്ഷെ ചെറിയ ഡിഫറൻ്റ് ആണ് മാറ്റുള്ളൂ എങ്കിൽ കൂടി കാലക്രമേണ അയാളൊരു വലിയ കടക്കാരനാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എനിക്ക് ആദ്യമായിട്ട് എനിക്ക് ശമ്പളം കിട്ടുന്നത് 2006 ഞാനൊരു മതാധ്യാപകനായിട്ടാണ് ആദ്യം ഒരു ജോലി എന്ന രീതിയിൽ സേവനത്തിന് ഇറങ്ങുന്നത്. 1850 രൂപയാണ് ഒരു മാസത്തിൽ കിട്ടുന്ന ശമ്പളം. മതാധ്യാപകർക്ക് പൊതുവെ ശമ്പള സ്കെയിൽ കുറഞ്ഞ ഒരു വിഭാഗമാണ്. അത് ഒരു അള്ളാഹുവിൻ്റെ ഒരു തൃപ്തിയും മറ്റും കാക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു സേവനം എന്ന രീതിയിലാണ് ഉസ്താദുമാർ ആ ഒരു ജോലിയെ കാണുന്നത്. ശമ്പളം കുറഞ്ഞതിൻ്റെ പരാതി പറയല്ല. ആ ഒരു കാലഘട്ടത്തിൽ അതെനിക്ക് മതിയായിരുന്നു. കാരണം നമുക്ക് ചെറിയ ചെലവുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ വീട്ടിലെ കൂടുതൽ ഉത്തരവാദിത്തങ്ങളോ മറ്റോ നമ്മളെ പെരടിയിലേക്ക് വന്നിട്ടില്ല. അപ്പം അത് ആ സമയത്ത് അത് മതി. പക്ഷെ പിന്നീട് ചെലവ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ വരുമാനം കൂടിയില്ലെങ്കിൽ, കല്യാണം കഴിഞ്ഞു കുട്ടികളായി, അങ്ങനെയൊക്കെയുള്ള മറ്റുള്ള ചെലവുകൾ കൂടി വന്നു. അതിനനുസരിച്ച് നമ്മുടെ വരുമാനം കൂടിയിട്ടില്ലെങ്കിൽ അത് മറ്റു ആളുകളെ ആശ്രയിക്കുകയോ മറ്റാളുകളിൽ നിന്ന് കടം വാങ്ങുകയോ ചെയ്യേണ്ടുന്ന ഒരവസ്ഥ വരും. അത് നിരന്തരം ആയിക്കൊണ്ടിരിക്കുമ്പോൾ ക്രമേണ അതൊരു വലിയ ബാധ്യതയിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ നമ്മുടെ വരുമാനത്തിൽ ഉൾക്കൊള്ളുന്ന ചെലവുകൾ മാത്രമേ നമുക്ക് ഉണ്ടാവാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ ചെലവുകൾ വരുന്നു എന്ന് കണ്ടാൽ ഈ ഭാഗത്ത് നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തണം. അത് ഒരു സൈഡ് ഇൻകം കാണുന്ന ഒരു ജോലി ആവാം, അല്ലെങ്കിൽ ഒരു സൈഡ് ബിസിനസ് ആവാം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കണം. ഒരിക്കലും നമ്മുടെ ചെലവുകൾ വരുമാനത്തെക്കാൾ കൂടുതലാവാൻ പാടില്ല. ഇത് പണ്ട് മുതലേ തലമുറകൾ കൈമാറ്റം ചെയ്യപ്പെട്ടു വന്ന ഒരു തിയറിയാണ്. അതായത് നമ്മുടെ വരുമാനത്തിൽ ഒതുങ്ങുന്ന ചെലവുകൾ മാത്രമേ നമുക്ക് ഉണ്ടാവാൻ പാടുള്ളൂ. അത് കാലങ്ങളായി കൈമാറ്റം ചെയ്യപ്പെട്ടു വന്നതാണ്. അതൊരു പുതിയ തിയറിയോ പുതിയ നിയമമോ ഒന്നുമല്ല. അത് പാലിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമാണ് നമ്മുടെ ചെലവിൽ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ജീവിതം നയിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് കടങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ പ്രസ്താവനയ്ക്കൊരു നെഗറ്റീവ് വശമുണ്ട്. അതായത് വരുമാനത്തിൽ ഉൾക്കൊള്ളുന്നതിനനുസരിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ പല സൗകര്യങ്ങളും പല സുഖങ്ങളും പല ആസ്വാദനങ്ങളും അനുവദനീയമായ ആസ്വാദനങ്ങൾ തന്നെ നമ്മൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും. എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉള്ളിലൊതുക്കി ജീവിക്കേണ്ടി വരും. അപ്പം അതിനുള്ള പരിഹാരം എന്താന്ന് വെച്ചാൽ, നമ്മൾ പറയുമല്ലോ കൊക്കിലൊതുങ്ങാവുന്നതേ കൊത്താവൂ എന്ന് പറയുന്ന. അപ്പോൾ ചിലർ പറയാറുണ്ട് ആ കൊക്കങ്ങ് വലുതാക്കിയാൽ മതിയല്ലോ എന്ന്. അതേ രീതി ഇവിടെയും സ്വീകരിക്കാം. നമുക്ക് ആവശ്യമുള്ള നല്ല രീതിയിൽ ജീവിക്കാൻ ആവശ്യമായ വരുമാനം പല സോഴ്സുകളിൽ നിന്നായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ട് ആവശ്യ രീതിയിലുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ജീവിക്കുക. ഇന്നത്തെ പാഠം ഇത്രയേ ഉള്ളൂ. നമ്മുടെ വരുമാനത്തിനനുസരിച്ചുള്ള ചെലവുകൾ മാത്രമേ നമുക്ക് ഉണ്ടാകാവൂ. കൂടുതൽ ചെലവ് വരുന്നെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കണം. എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കെട്ടിപ്പൂട്ടി ജീവിച്ചത് കൊണ്ട് കാര്യമില്ല. നമുക്ക് ആസ്വദിക്കാവുന്നതെല്ലാം, അനുവദനീയമായ ആസ്വാദനങ്ങളെല്ലാം ആസ്വദിക്കാവുന്ന വിധത്തിലുള്ള ഒരു സാമ്പത്തിക സ്രോതസ്, സമ്പാദ്യം നമ്മുടെ അടുത്ത് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരിക്കും.